പ്രിയപ്പെട്ടവരെ, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കെട്ട സമയമായിരിക്കും, അതിനിടെ നമുക്കൊരു പൊട്ട ബുദ്ധിയും കൂടെ തോന്നും. രണ്ടും കൂടി ചേരുമ്പം സൂപ്പറാ. ഇപ്പം മലപ്പുറത്ത് നിന്ന് വരുന്നൊരു വാർത്തയുണ്ട്. മലപ്പുറത്ത് വണ്ടൂരിൽ വടിവാളുമായി ഒരു യുവാവിൻ്റെ പരാക്രമം. ആരാണ് കക്ഷി? വണ്ടൂർ പാലമഠം സ്വദേശി മുഹമ്മദ് ഫഹദ് വെട്ടേറ്റു. ഇന്നലെ രാത്രി 9:30 വാണിയമ്പലത്താണ് സംഭവം. പ്രതി കാളികാവ് സ്വദേശി മിഷാബ് പിടിയിലായി. ഇതാണ് ആ ദൃശ്യങ്ങൾ. മിഷാബിൻ്റെ പ്രകടനമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വടിവാളുമായിട്ട് കാളികാവ് സ്വദേശി നടത്തിയ പരാക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുറച്ചു സമയം ഭയാനകമായൊരു സാഹചര്യം തന്നെ സൃഷ്ടിച്ചു. അതിലൊരു വടിവാളൊക്കെ വെച്ചാണ് പ്രകടനം. ഇനി എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിൽ ഒരു കൗതുകമുണ്ട്. മിഷാബിന് വിദേശത്ത് ജോലി ചെയ്യുന്നതിനുള്ള ഇക്കാമയും വിസയും റദ്ദാക്കിയത് മുഹമ്മദ് ഫഹദിന്റെ ഉപ്പയാണെന്ന കാരണം പറഞ്ഞായിരുന്നു അക്രമം. പരിക്കേറ്റ ഫഹദ് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇതോടുകൂടി മിഷാബിന്റെ പേരിൽ ഒരു കേസും കൂടി വരും. അതോടുകൂടി ഗൾഫിൽ പോകാനുള്ള ആ അവകാശയും അതോടുകൂടി അവസാനിക്കും. സോണലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ, ഈ മിഷാബ് ഇക്കാമയും വിസയും മുടങ്ങിയത് കണ്ടാണ് വടിവാളെടുത്ത് ഈ പ്രയോഗം നടത്തിയത്. അതിൻ്റെ പേരിൽ ഈ കേസും കൂടി ആയിക്കഴിഞ്ഞാൽ അടുത്ത തവണ വിദേശത്ത് പോകാനും പറ്റൂല. അതാണ് അവസ്ഥ. എന്താണ് ഇയാൾ ഈ ഇങ്ങനെ കാണിച്ചു കൂട്ടിയതിൻ്റെ കാരണം സോണൽ? ഗുഡ് മോർണിംഗ്. അൻകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ഇക്കാമയും വിസയും റദ്ദാക്കിയത് ഇയാളുടെ ഉപ്പയാണെന്ന് കരുതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആരോപിച്ചുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവം ആ വണ്ടൂർ ടൗണിൽ ഇത്തരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്കറിയാം, വണ്ടിയിൽ കരുതിയിരുന്ന ആ വെട്ടുകത്തി ആ വടിവാളുമായിട്ടാണ് അവിടെ ഇത്തരം അഭ്യാസ പ്രകടനങ്ങളൊക്കെ തന്നെ കാണിച്ചത്. ആക്രമിക്കണമെന്ന പൂർണ്ണ ബോധ്യത്തോട് തന്നെയാണ് ഇയാൾ ആ വണ്ടൂർ അങ്ങാടിയിലേക്ക് എത്തുന്നത്. അവിടെ ഒരു പച്ചക്കറി കട നടത്തുന്ന ആളാണ് ഈ മിഷാബിൻ്റെ ഉപ്പ എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ ആ പരിസര പ്രദേശത്തുണ്ടായിരുന്നവർ നടത്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾ ഈ മുഹമ്മദ് മിഷാബ് കൃത്യമായി ഇതിലേക്ക്, അതായത് വെടിവാളും കൊണ്ട് ആക്രമിക്കണമെന്ന രൂപേണ തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ഇയാളെ തലയ്ക്ക്, അതായത് ഫഹദിൻ്റെ തലയ്ക്ക് നിരവധി തവണ വെട്ടിയതോടെ ആ പരിസര പ്രദേശത്തുള്ളവർ ഇയാളെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉടൻ തന്നെ വണ്ടൂർ പോലീസിന് വിവരം അറിയിച്ച് പോലീസ് എത്തിയാണ് ഇയാളെ കീഴ്പ്പെടുത്തി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. പരിക്കേറ്റ ഫഹദ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗൗരവമുള്ള പരിക്കല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ മിഷാബിന്റെ പേരിൽ കേസ് കൂടി ചാർജ് ചെയ്യപ്പെട്ടിരുന്നു. വിദേശയാത്ര എന്നുള്ളൊരു സ്വപ്നം മാത്രമായി മാറുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. താങ്ക് യു. സോണലാണ് വിവരങ്ങൾ നൽകിയത്. വല്ല കാര്യമുണ്ടോ? വിനാശകാലേ വിപരീത ബുദ്ധി. മിഷാബ് വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങി ഇക്കാമയും വീട്ടിൽ വന്നേനെ, വിസയും മിനിറ്റ് വന്നേനെ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലല്ലോ വരുന്നത്. അറസ്റ്റ് വാറണ്ടായിരിക്കും. വല്ല കാര്യമുണ്ടോ?